വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡിജിറ്റൽ ടെക്. അപ്പം നമുക്ക് യുഡൈസ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അതിനുശേഷം നമുക്കിനി നമ്മുടെ സ്കൂളിലേക്ക് പുതിയതായിട്ട് വന്ന കുട്ടികളെ നമുക്ക് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് എങ്ങനെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ബോക്സ് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ് പ്രോഗ്രഷനകത്ത് നിന്ന് ഡ്രോപ്പ് ബോക്സ് സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള ആക്കി കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊല്ലം ആക്കി കൊടുക്കുക. ഇതെന്ന് വെച്ചാൽ എന്താ, ആ കുട്ടി ഏത് സ്കൂളിൽ നിന്നാണോ വന്നത് അതനുസരിച്ച് വേണം നമ്മൾ സെറ്റ് ചെയ്യാൻ. ബ്ലോക്ക് ഇപ്പോൾ ചവറയിൽ നിന്നുള്ള സ്കൂളിൽ നിന്നാണ് വന്നതെങ്കിൽ ചവറ ബ്ലോക്കിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ ചവറ കൊടുക്കുക. അതല്ല കൊല്ലം ജില്ലയിലെ വേറെ ഏതെങ്കിലും ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ കുട്ടി ഏത് സ്കൂളിൽ നിന്നാണ് വന്നത് ആ സ്കൂളിൻ്റെ ബ്ലോക്കും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും ഒക്കെ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മളുടെ കുട്ടിയെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പം ആ സ്കൂളിൻ്റെ പേരിൽ ഉള്ള കുട്ടികളെല്ലാം അവിടെ ഉണ്ടാവും. അതായത് അവരുടെ സ്കൂളിൽ നിന്ന് TC പോയവരെല്ലാവരും അവിടെ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് നോക്കിയിട്ട് നമ്മുടെ കുട്ടി ഏതാണോ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കണം. ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ആ സ്കൂളിൽ നിന്ന് അവർ ഡ്രോപ്പ് ബോക്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രീവിയസ് സ്കൂളിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണം. പാരൻസോ ടീച്ചേഴ്സോ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കുട്ടീനെ ഡ്രോപ്പ് ബോക്സിലാക്കാൻ പറയണം. അതിനുശേഷം നമ്മൾ ഗോ പ്രസ് ചെയ്യുമ്പം ഡ്രോപ്പ് ബോക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കും വരുന്നത്. നമ്മുടെ സ്കൂളിലേക്ക് TC ആയിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏത് ഡിവിഷനിലേക്കാണോ ആ ഡിവിഷൻ ഒന്ന് അസൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുക്കണം. ഈ ഡേറ്റ് ഓഫ് അഡ്മിഷൻ നമ്മൾ ഓൾറെഡി ആ കുട്ടി മെയ്യിലോ ഏപ്രിലൊക്കെ എടുത്തതാണെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ജൂൺ 5 ശേഷമുള്ള ഒരു ഡേറ്റൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൺഫേം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ കുട്ടി നമ്മുടെ ഈ ക്ലാസ് ഗ്രൂപ്പിലേക്ക് വരുന്നതായിരിക്കും. ഇങ്ങനെ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടോ അത്രയും കുട്ടികളെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ കുട്ടി വന്ന സ്കൂളിൻ്റെ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും ബ്ലോക്കുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ സ്കൂളിൻ്റെ അല്ല, ആ നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൻ്റെയാണ്. അതുപോലെ തന്നെ അടുത്ത കുട്ടീനെ ഇതേപോലെ സെർച്ച് ചെയ്യുക. എൻ്റെ ക്ലാസ്സിലേക്ക് കൂടുതലും വന്നിരിക്കുന്നത് നമ്മൾ ചവറ ബ്ലോക്കിൽ ഉൾപ്പെട്ട ഒരു സ്കൂളിൽ നിന്നാണ് ഒരു 7-8 അഡ്മിഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പ്രീവിയസ് ആയിട്ട് ഒന്നുകൂടെ സെർച്ച് ചെയ്തെടുത്ത് ആഡ് ചെയ്യാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ.